ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ ക്രെഡും അതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കും കൂടി ടൈപ്പ് ചെയ്തിട്ട് ഒരു പുതിയ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ക്രെഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോകുന്നത് നിങ്ങൾക്കായിരിക്കും. എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഒരു കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി ക്രെഡ് യൂസർ ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും, പ്രത്യേകിച്ച് അവരുടെ പണ്ട് തൊട്ടേ ഉള്ള യൂസർ ആയിരിക്കും. അവരുടെ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഒക്കെ നോക്കണ പോലെ തന്നെ അവരുടെ ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ടായിരിക്കും അവർ നമുക്ക് ഇതുപോലെ ഓഫറും കാര്യങ്ങളൊക്കെ തരിക. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ നമ്മുടെ കുറേ ഫിൻടെക് പ്ലാറ്റ്ഫോമുണ്ടല്ലോ. ഇപ്പോൾ റിയോ ആയിക്കോട്ടെ, സൂപ്പർ മണി ആയിക്കോട്ടെ, ഇപ്പോൾ എന്താ പറയുക കിവി ആയിക്കോട്ടെ, അങ്ങനെ കുറേ സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ സ്ലൈസ് ആയിക്കോട്ടെ, ഇവരെല്ലാം നോർമലി അവരുടെ മെയിൻ കസ്റ്റമേഴ്സിനാണ് നോർമലി ഇനിഷ്യലി. ഇപ്പോൾ സ്ലൈസിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കാണ് ഇപ്പോൾ സ്ലൈസ് UPI ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി അതിന് മുമ്പ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓൾറെഡി സ്ലൈസ് സീറോ ബാലൻസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇത് എടുത്ത് വയ്ക്കാൻ മറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലൈസിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് നല്ല ഒരു അക്കൗണ്ട് ഉണ്ട്. എനിക്ക് സ്വന്തം നല്ല ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ചാർജസ് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് വേണമെങ്കിൽ വെർച്വൽ കാർഡ് എടുത്താൽ മതി. പ്രമോഷൻ ഒന്നല്ല, ഞാൻ യൂസേജ് ചെയ്തിട്ടുള്ള സംഭവം പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ ഡയറക്ടർ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റുള്ളവർക്ക് അത് ഇപ്പോൾ നിങ്ങൾക്കൊരു സീറോ ബാലൻസ് അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ പോയി എടുക്കാം കേട്ടോ. ബാങ്കാണ് ഇപ്പോൾ സ്ലൈസ് ബാങ്കാണ്. ഇപ്പോൾ സ്ലൈസിന് ബാങ്കിങ് ലൈസൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. RBI അണ്ടറിൽ വരുന്ന ബാങ്കാണ് കേട്ടോ. അതുപോലെ തന്നെ FD റേറ്റ്സ് ഒക്കെ നല്ല FD റേറ്റ്സ് ഉണ്ട്. 8.5 ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഒരു ബാങ്ക് ഉണ്ടായിരുന്നു നോർത്തിൽ, അത് ഇവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ബാങ്കായത്, സ്ലൈസ് ബാങ്കായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉണ്ടല്ലോ, ഇസാഫ് ബാങ്ക്, AU ബാങ്ക്, അതിൻ്റെ പോലെ തന്നെ ഒരു ബാങ്കാണ് ഇപ്പോൾ സ്ലൈസ് ബാങ്ക്. അവർക്ക് ബ്രാഞ്ച് സംഭവമൊക്കെ ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഇനിയും എക്സ്പാൻഡ് ചെയ്തൊക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ വെച്ചാൽ സൗത്തിൽ തന്നെ മേജർ എല്ലാ സ്ഥലത്തും വരുന്നൊക്കെയാണ് അവർ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് എടുക്കാം. അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഈ ക്രെഡും വരാൻ പോകുന്നത്. ക്രെഡ് ബാങ്കൊന്നും ഇറക്കാൻ പോകുന്നില്ല, പക്ഷേ എന്താ വെച്ചാൽ ബാങ്ക് ലൈസൻസ് കിട്ടുന്ന ഇത്ര ഉൾപ്പെടെ പരിപാടിയൊന്നും അല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം കേട്ടോ. അപ്പോൾ ഇത് ക്രെഡ് എന്ന് പറയുന്നത് ഒരു ഫിൻടെക് യൂണിക്കോൺ ആണ്. എന്താ വെച്ചാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ കസ്റ്റമർ ബേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ അവർ അതുകൊണ്ട് തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവർ പുതിയ ഒരു കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡ് ഇറക്കാൻ പോകുന്നുണ്ട്. കമ്മിങ് സൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അവർ പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ മെജോറിറ്റി ഒരു 80% ഇതൊരു UPI ക്രെഡിറ്റ് കാർഡ് ആവാൻ ചാൻസ്. എന്ന് വെച്ചാൽ റൂപേ വേരിയന്റിൽ വരാനുള്ള കാർഡായിരിക്കും ചാൻസ് കൂടുതൽ. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ തന്നെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണല്ലോ നമ്മുടെ റൂപേ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് തന്നെ RBI ലൈസൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മിക്കതും റൂപേ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു കാർഡ് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു UPI ക്രെഡിറ്റ് കാർഡ് ആവാൻ ചാൻസ് കൊടുത്തില്ല കേട്ടോ. ഇപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ കാര്യം നോക്കിയാൽ തന്നെ അവർക്ക് അധികം അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര ഒരു വൈഡ് വെറൈറ്റി ഓഫ് റൂപേ കാർഡുകളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് UPI ക്രെഡിറ്റ് കാർഡ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അത്യാവശ്യം നല്ലൊരു കാർഡ് ആവാൻ ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ അവർ ഒരു പുതിയൊരു ഫിൻടെക് പ്ലാറ്റ്ഫോം സംഭവം കൂടി ഇറക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല ഓഫറും കാര്യങ്ങളൊക്കെ തരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിൻ പറയാൻ കാരണം. അപ്പോൾ ക്രെഡിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. എന്ന് വെച്ചാൽ ക്രെഡ് നമ്മുടെ സ്കോറൊക്കെ നോക്കും, എന്നിട്ട് നമുക്ക് തരുള്ളൂ. അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ക്രെഡ് നിങ്ങൾക്ക് UPI പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കാം, ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കാൻ ഉപയോഗിക്കാം. അങ്ങനെ ബാക്കി നമ്മുടെ ഫോൺ പേ, ഗൂഗിൾ പേ പോലത്തെ സംഭവം തന്നെ. അപ്പോൾ ഇത് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് വിളിച്ചല്ല നമ്മൾ വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് ഓഫീസിൽ നിന്ന് കോൾ വരുന്നില്ല, അതായത് ഇടയ്ക്ക് കയറി വന്നിട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ Instagram പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രം പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയങ്ങളിലേക്ക് എന്നേക്കാൻ വേണ്ടി നമ്മളെല്ലാം കൊണ്ടുപോകുന്നതാണ്. അടുത്ത വീഡിയോ കാണാം.